കോട്ടപ്പടി പഞ്ചായത്തിൽ അതിരൂക്ഷമായ കാട്ടാന ശല്യത്തിനെതിരെ വനം വകുപ്പ് കൂടുതൽ കാര്യക്ഷമമായ നടപടിയെടുക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. ഇതേ അവസ്ഥ തുടർന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് ഏരിയ കമ്മിറ്റി അംഗം PM അഷ്റഫ് പറഞ്ഞു. സർക്കാരിന്റെ കണ്ണു തുറക്കണമെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആവശ്യമാണെന്ന് പത്മശ്രീ MK കുഞ്ഞോൽ അഭിപ്രായപ്പെട്ടു. ചീനിക്കുഴിയിലെ ഒരു 2 കുട്ടിയാനകളും 4 വലിയ ആനകളും കൂടി ഇറങ്ങി വെളുപ്പാങ്കാലത്ത് നടത്തിയിട്ടുള്ള ഒരു പരാക്രമം നാടിനെ മുഴുവൻ ഭീതിയിലാക്കിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജനങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ വലിയ ഭീതിയിലാണ്. അതിൻ്റെ തുടർച്ചയെന്നോണാണ് ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ആന ഈ പ്രദേശത്ത് ഇറങ്ങി ഇവിടെ ഈ നഷ്ടങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. ഇവിടെ ഈ കപ്പ കൃഷിയാണെങ്കിൽ അപ്പുറത്ത് വടക്കംഭാഗം ജംഗ്ഷനിൽ തന്നെയുള്ളൊരു പാവപ്പെട്ട ആളുകളുടെ വീടിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ടാണ്. എന്തോ ഭാഗ്യം കൊണ്ടാണ് മനുഷ്യൻ്റെ ജീവന് ഒന്നും സംഭവിക്കാതിരുന്നിട്ടുള്ളത്. കോട്ടപ്പടി പഞ്ചായത്തിൽ ആനശല്യം മൂലം ജനങ്ങളുടെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. സന്ധ്യയായാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗം PM അഷ്റഫ് പറഞ്ഞു. വനം വകുപ്പിന്റെ ഇടപെടൽ പോരാ എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായ ഇടപെടലുണ്ടാകണം. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതേ സ്ഥിതി തുടർന്നാൽ ജനങ്ങളെ അണിനിരത്തിയുള്ള പ്രക്ഷോഭം ഉണ്ടാകുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെക്കേണ്ട അവസ്ഥ വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് ഇങ്ങനെ പോയാൽ വലിയ വിപത്തി നാടിൻ്റെ അകത്ത് വലിച്ചുണ്ടാക്കും. പ്രധാനപ്പെട്ട എല്ലാ വീടുകളും ഒരു സന്ധ്യാവനോട് കയറി ഇപ്പോൾ വാതിലടയ്ക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുക. അത്രമാത്രം ഭയത്തോടുകൂടിയാണ് ഞാൻ കഴിയുന്നത്. ഫോറസ്റ്റിൻ്റെ ഇടപെടൽ അത്ര പോരാ എന്നുള്ള അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായിട്ടുണ്ട്. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വനം നിയമമൊന്നും മാറ്റി എഴുതാനുള്ള വകുപ്പൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. അത് മാറ്റി എഴുതലാണ് ശാശ്വതമായ ഒരു പരിഹാരമെങ്കിലും ഇപ്പോൾ ജനങ്ങളെ ഈ ഉണ്ടായിട്ടുള്ള ഭീതി അകറ്റാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ഫോറസ്റ്റ് വളരെ സജീവമായിട്ട് ഇടപെടണം. അത് ജനപ്രതിനിധികളെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ളവരും നാട്ടുകാരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ള അഭിപ്രായമുള്ളത്. ഇതിങ്ങനെ തുടർന്ന് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങളിവിടെ തടഞ്ഞു വയ്ക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം വിട്ടു പോകാൻ അനുവദിക്കാത്ത നിലയിലേക്ക് സമരങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. അതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. വന്യമൃഗശല്യത്തിനെതിരെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പത്മശ്രീ MK കുഞ്ഞോൽ പറഞ്ഞു. സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ ശക്തമായ ജനകീയ പ്രക്ഷോഭം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് മന്ത്രിയും നമ്മുടെ ഗവൺമെൻറ്റും ഇത് പരിഹരിക്കുന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു ആലോചനയും ചിന്തയും നടത്തിയിട്ടില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടാകും ഒരു പത്രപ്രസ്താവന കൊണ്ട് രക്ഷപ്പെടുകയാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിൻ്റെ പരിഹാരം സ്ഥിരമായൊരു പരിഹാരം വേണ്ടേ? ആ സ്ഥിരമായ പരിഹാരത്തിന് വേണ്ടി ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ജനങ്ങൾ ഉയർന്നെഴുന്നേൽക്ക് പ്രതിഷേധിക്കണം. ജനങ്ങളുടെ പ്രതികരണവും പ്രതിഷേധവും കുറവായതുകൊണ്ടാണ് ഒരു പക്ഷേ സർക്കാർ ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പോൾ ആദ്യം ഗൗരവപൂർവമായി കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് ജനങ്ങളാണ്. നാട്ടിൽ GTV ന്യൂസ് കോട്ടപ്പടി.